Dears, welcome back to Arcanex. മക്കളെ ഹാലോ അൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് ഓർഗാനിക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ ഹാലോ അറൈൻസിന്റെ മുഴുവൻ പ്രിപ്പറേഷനും മുഴുവൻ റിയാക്ഷനും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പോവാണ്. ട്രിക്സിലൂടെ പഠിക്കാൻ പോവാണ്. റെഡി, നമ്മൾ പോവാം. ഓക്കെ, നമ്മൾ ഹാലോ അൽക്കെയിൻസിൽ ഹാലോ അറൈൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക: ഹൗ വിൽ യു പ്രിപ്പയർ ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, അയോഡോബെൻസീൻ ആൻഡ് ഫ്ലൂറോബെൻസീൻ ഫ്രം അനിലിൻ? അനിലിൻ എങ്ങനെയാണ് ക്ലോറോബെൻസീൻ ഉണ്ടാക്കുക? അനിലിൻ എങ്ങനെയാണ് ബ്രോമോബെൻസീൻ ഉണ്ടാക്കുക? അനിലിന് അയോഡോബെൻസീൻ ആക്കി മാറ്റുക എങ്ങനെയാ? അനിലിന് ഫ്ലൂറോബെൻസീൻ ആക്കി മാറ്റുക എങ്ങനെയാ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അനിലിൻ അറിയണ്ടേ ബെൻസീനിൽ NH2 ബെൻസീനിൽ NH2 വന്നാൽ ഈ കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് അനിലീൻ. റെഡി അല്ലേ? അപ്പൊ ബെൻസീനിൽ NH2 വന്നാൽ കോമ്പൗണ്ട് വിളിക്കുന്ന പേരെന്താ? അനിലീൻ എന്നാണ് വിളിക്കുക. റെഡി. അനിലിന് ക്ലോറോബെൻസീൻ ഉണ്ടാക്കണം, അനിലിന് ബ്രോമോബെൻസീൻ ഉണ്ടാക്കണം, അനിലിന് അയോഡോബെൻസീൻ ഉണ്ടാക്കണം, അനിലിന് ഫ്ലൂറോബെൻസീൻ ഉണ്ടാക്കണം. ക്ലിയർ ആണ്? അനിലിനെ നമ്മൾ നോക്കിക്കോ. അനിലിലേക്ക് സോഡിയം നൈട്രേറ്റും HCl NaNO2+ HCl, സോഡിയം നൈട്രേറ്റും HCl 0 to 5 degrees Celsius കിട്ടിയാൽ ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. അനിലിനെ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റി. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡയസോട്ടൈസേഷൻ. എന്താ വിളിക്കുക? ഡയസോട്ടൈസേഷൻ. ക്ലിയർ ആണ്? ഡയസോട്ടൈസേഷൻ. ബെൻസീനെ ഡയാസോണിയം ക്ലോറൈഡ് ആക്കി മാറ്റി. ഇനി ഇതിലേക്ക് മക്കൾ നോക്കുക, ഇതിലേക്ക് CuCl വെച്ചാൽ അത് ക്ലോറോബെൻസീൻ ആയി മാറും. ക്ലോറോബെൻസീൻ. ക്ലിയർ? യെസ്. ഇതിലേക്ക് CuBr വെച്ചാൽ അത് ബ്രോമോബെൻസീൻ ആയി മാറി. ബ്രോമോബെൻസീൻ ആയി മാറി. പൊട്ടാഷ്യം അയോഡൈഡ് വെച്ചാൽ ഇതിലേക്ക് പൊട്ടാഷ്യം അയോഡൈഡ് വെച്ചാൽ അത് അയോഡോബെൻസീൻ ആയി മാറി. അയോഡോബെൻസീൻ ആയി മാറി. അതേസമയം ഇതിലേക്ക് ഫ്ലൂറോബോറിക് ആസിഡ് അഥവാ HBF4 വെച്ച് ഹീറ്റ് ചെയ്യാം. ഫ്ലൂറോബോറിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലൂറോബെൻസീൻ ആയി മാറി. അപ്പൊ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ആയി. അനിലിൽ നിന്നും എങ്ങനെയാണ് ക്ലോറോബെൻസീൻ ഉണ്ടാക്കുക? അനിലിൽ നിന്ന് എങ്ങനെയാണ് ബ്രോമോബെൻസീൻ ഉണ്ടാക്കുക? അനിലിൽ നിന്ന് എങ്ങനെയാണ് അയോഡോബെൻസീൻ ഉണ്ടാക്കുക? അനിലിൽ നിന്ന് എങ്ങനെയാണ് ഫ്ലൂറോബെൻസീൻ ഉണ്ടാക്കുക? ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഇനി നിങ്ങളോട് പറയും അടുത്ത ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണ്? ഇതാ അടുത്ത ക്വസ്റ്റ്യൻ വരിക. ഏറെ ഉത്തര വലിപ്പം വേണ്ട, നമുക്ക് എഴുതാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരിക: റൈറ്റ് എനി ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോഅറൈൻസ്. ഹാലോഅറൈൻസിന്റെ ഏതെങ്കിലും 4 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതാൻ പറയും. അപ്പൊ നിങ്ങൾ ക്ലോറോബെൻസീൻ ഇലക്ട്രോഫിലിക് എഴുതിയാൽ മതി. ക്ലോറോബെൻസീന നൈട്രേഷൻ നടത്തുക. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും വെച്ചാൽ അത് ഓർത്തോ നൈട്രോ വരുന്ന ഗ്രൂപ്പ് ആരാ? നൈട്രോ ഗ്രൂപ്പാണ്. NO2+ ആണ് വരിക. NO2+ എങ്ങോട്ടാ വരിക? ഒന്നിക്കൽ ഓർത്തോയിലേക്ക് വരും അല്ലെങ്കിൽ പാരയിലേക്ക് വരും. ഓർത്തോ നൈട്രോ ആൻഡ് പാരാ നൈട്രോ പ്രോഡക്റ്റ് കിട്ടി. ഇതിൽ പാരാ പ്രോഡക്റ്റ് ആണ് മേജർ പ്രോഡക്റ്റ്. കാരണം റിപ്പൾഷൻ കുറവുള്ള പ്രോഡക്റ്റ്. ഇവിടെ റിപ്പൾഷൻ ഉണ്ട്, ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ഇവിടെ റിപ്പൾഷൻ കുറവാണ്. സോ എപ്പോഴും പാരാ പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ നൈട്രിക് എന്താ പറയാ? റൈറ്റ് എനി ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോഅറൈൻസ് എന്ന് വെച്ചാൽ ക്ലോറോബെൻസീൻ എഴുതുക, നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എഴുതുക, ഓർത്തോ നൈട്രോ പ്ലസ് പാരാനൈട്രോ കിട്ടി. ഇനി ഇതിൽ ബ്രോമിനേറ്റ് ചെയ്യുക. അടുത്ത ഇലക്ട്രോഫിലിക് ബ്രോമിൻ Br2 FeBr3 എന്ത് കിട്ടി? ഓർത്തോ ബ്രോമോ പ്ലസ് പാരാ ബ്രോമോ. ക്ലോറിൻ എടുക്കുക, ബ്രോമിൻ എടുത്തു. ബ്രോമിൻ എങ്ങോട്ടാ വരിക? ഓർത്തോ ഓർ പാരാ. ഓർത്തോ ഓർ പാരാ. അപ്പൊ നൈട്രേഷൻ ആയി, ബ്രോമിനേഷൻ ആയി. ഇനി 2 ഇലക്ട്രോഫിലിക് കൂടി. ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ആൽക്കൈൽ ഹാലൈഡ് വെക്കുക. ആൻഡ് അൺഹൈഡ്രസ് AlCl3 ആൽക്കൈൽ ഗ്രൂപ്പ് വരും. ആൽക്കൈൽ എങ്ങോട്ടാ വരിക? ഒന്നിക്കൽ ഓർത്തോയിലേക്ക് അല്ലെങ്കിൽ പാരയിലേക്ക്. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. എന്താ വിളിക്കുക? ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇനി ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ഏതെങ്കിലും 4 ഇലക്ട്രോഫിലിക് ചെയ്താൽ പറഞ്ഞു. ആസിഡ് ക്ലോറൈഡ് AlCl3. ഇത് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ക്ലോറോബെൻസീൻ ഏതാ വരിക? COCS3 ഓർത്തോയിലേക്ക് വരും. അല്ലെങ്കിലോ COCS3 എങ്ങോട്ട് വരും? പാരയിലേക്ക്. ഓർത്തോ പ്ലസ് പാരാ. COCS3 ഓർത്തോയിലേക്കോ പാരയിലേക്കോ വന്നു. അപ്പൊ 4 ഇലക്ട്രോഫിലിക് ആയി. അപ്പൊ അനിലിന്റെ പ്രിപ്പറേഷൻ, എല്ലാ ഹാലോഅറൈൻസിന്റെയും പ്രിപ്പറേഷൻ, എല്ലാ ഹാലോഅറൈൻസിന്റെയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൽ ഹാലോഅറൈൻസിലെ
ഒന്ന് രണ്ട് റിയാക്ഷൻ ഉള്ളത് ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഫിറ്റിക് രണ്ട് ഹാലോവാരിൻസ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ആരെ പ്രസൻസിലാ? ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ ബൈഫീനിൽ കോമ്പൗണ്ട്, രണ്ട് ബെൻസീനുകളുടെ കോമ്പൗണ്ട് കിട്ടും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിറ്റിക് റിയാക്ഷൻ. രണ്ട് സിമിലർ ടൈപ്പ് ഹാലോവാരിൻ സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക, രണ്ട് NaCl അങ്ങ് പോകും, പ്ലസ് രണ്ട് NaCl കിട്ടി. ക്ലിയർ അല്ലേ? ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഫിറ്റിക് റിയാക്ഷൻ. വിളിക്കുന്ന പേരെന്താ? ഫിറ്റിക്, FETTIG, ഫിറ്റിക് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇനി വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ഉണ്ട്. എന്താണ് ഈ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ? നോക്കാം. വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്താണ്? ഒരു ഹാലോവാരിനും ഒരു ഹാലോ ആൽക്കേനും സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുക. ആരുടെ പ്രസൻസിൽ? സെയിം റിയേജന്റ് ആയ ഡ്രൈ ഈതർ അറാൽക്കേൽ കോമ്പൗണ്ട് ടൊലീൻ കിട്ടും. മിഥൈൽ ബെൻസീൻ അഥവാ ടൊലീൻ കിട്ടും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. 2NaCl ബൈ പ്രോഡക്റ്റ് ആയിട്ട് 2NaCl. യെസ്. അപ്പോൾ ഹാലോവാരിൻസിന്റെ പ്രിപ്പറേഷൻ പഠിച്ചു. ഹാലോവാരിൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ റിയാക്ഷനും പഠിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഓർഗാനിക്കിലെ എല്ലാ റിയാക്ഷനും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഓക്കെ, ബൈ.